അടുത്ത വാർത്ത ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിനെതിരെ കളക്ടർക്ക് പരാതി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി LDF മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പ്രളയ വിവാദത്തിൽ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് താലൂക്ക് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്ന് ഈ ധർണ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾ എന്തൊക്കെയാണ്? രാവിലെയായിരുന്നു സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ധർണ. ഏതാണ്ട് 100ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ഈ പ്രതിഷേധ ധർണയിൽ കൃത്യമായ രീതിയിൽ BD ദേവസ്വം, അവിടുത്തെ മുൻ MLA BD ദേവസ്വയും അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഇടപെടൽ ആ വിഷയത്തിലുണ്ടായില്ല. ഈ പ്രളയ സമയത്ത് ചാലക്കുടിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് ഉത്തരവാദികൾ LDF ആണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തിയായിരുന്നു അവരുടെ ഒരു ധർണ, പ്രതിഷേധ ധർണ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുൻപിൽ വെച്ച് നടന്നത്. ഇത് പക്ഷേ ഇന്ന് നിശബ്ദ പ്രചരണത്തിന് ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധമാണെങ്കിലും അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കിയാണ് കോൺഗ്രസും സനീഷ് കുമാറും നടത്തിയതെന്നാണ് LDFന്റെ ആരോപണം. എന്തായാലും തുടർ നടപടികൾ പിന്നീടേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 24 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. വി അബ്ദുറഹ്മാനെ താനൂർ ബോട്ട് അപകടത്തിലെ കൊലയാളി എന്ന് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നു എന്നായിരുന്നു പരാതി. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, നേരത്തെ അബ്ദുറഹ്മാൻ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ അതിൽ നടപടിയാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ. പി അബ്ദുറഹ്മാനാണ് പരാതി നൽകിയത്. തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീനെതിരെയായിരുന്നു പരാതി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു. 24 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമാണിത്. വി അബ്ദുറഹ്മാനെ താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു പരാമർശം നടത്തി. അതിലാണിപ്പോൾ പരാതിപ്പെട്ടത്. താനൂർ ബോട്ട് അപകടത്തിലെ കൊലയാളി എന്ന പരാമർശം അത് അപകീർത്തികരം എന്നുള്ളതാണ് വി അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്രചാരണം അത് തെറ്റ് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്നുള്ളതായിരുന്നു അബ്ദുറഹ്മാന്റെ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.